ഹായ്, മൈസെൽഫ് നിഖിൽ. ട്രിപ്പിൾ ഐ CS എക്സിക്യൂട്ടീവ് ബാച്ചിൽ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന പേപ്പർ CAFM കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതിലെ ബി പാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സെക്കൻഡ് പാർട്ട് 40 മാർക്കിൻ്റെ ഏരിയ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് ബാക്കി വരുന്ന എല്ലാ സബ്ജക്റ്റും തിയറി ബേസ്ഡ് ആണ്, 100% തിയറി. ബട്ട് ഈ സബ്ജക്റ്റ് നമ്മളെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 40 മാർക്കിൻ്റെ ഏരിയ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇതിൽ നിങ്ങൾ CS പാസ്സായിട്ട് നിങ്ങൾ ഏത് കമ്പനി പോയാലും ഒരു കമ്പനിയുടെ ഒരു ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടാവണം. നിങ്ങൾ CS ആണ്, ഓക്കെ, മീറ്റിംഗ് കാര്യങ്ങളും കമ്പനിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. ബട്ട് ബേസിക്കായിട്ട് നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അനലൈസ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് 10 ലക്ഷം രൂപ, ഈ വർഷത്തെ പ്രോഫിറ്റ് 15 ലക്ഷം രൂപ. അപ്പോൾ നിങ്ങളോട് കമ്പനിയുടെ MD ചോദിക്കണം, CS-ൻ്റെ ഒപ്പീനിയൻ എന്താണ് CS-ന് തോന്നുന്നത്? സാറേ, പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, 5 ലക്ഷം രൂപ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒറ്റയടിക്ക് കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം എത്ര സെയിൽസ് ഉണ്ടായിരുന്നു, എത്ര അസറ്റ് ഉണ്ടായിരുന്നു, ഈ വർഷം എത്ര സെയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ റേഷ്യോസ് ഒക്കെ പഠിക്കണം. എത്ര സെയിൽസുള്ള സമയത്താണ് 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി, ഈ വർഷം അതിനേക്കാൾ ഒരുപാട് സെയിൽസ് വന്നിട്ടുണ്ടാവും, ബട്ട് അത്രയും പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ റേഷ്യോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ പഠിക്കണം. റേഷ്യോ അനാലിസിസ് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ്. അത് നിങ്ങൾക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഏരിയയിലാണ് വരുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുമ്പോൾ അത് അനലൈസ് ചെയ്യണം. അത് ഈ സബ്ജക്റ്റിൽ വരുന്നതാണ്, നമ്മുടെ 100 മാർക്സിൻ്റെ പേപ്പറിൽ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് അതൊരു ചാപ്റ്റർ തന്നെ വരുന്നുണ്ട്. നമ്മൾ ഇതിലും അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എവിടെ? റേഷ്യോ അനാലിസിസ്. പിന്നെ നിങ്ങൾ ഒരു കമ്പനിയിലെ ഫണ്ട് എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഏതൊരു ബിസിനസ് സ്ഥാപനവും റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് ഇമ്പോർട്ടൻ്റ്. ഫണ്ട് ഇല്ലാതെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. എന്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും, പ്രോഫിറ്റ് ആണെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഫണ്ട് ഇമ്പോർട്ടൻ്റ്, മസ്റ്റ് ആയിട്ട് ഫണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഫണ്ട് നമ്മൾ എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, ഫണ്ട് ബിസിനസ്സിന് മാക്സിമം റിട്ടേൺ കിട്ടുന്ന രീതിയിൽ, കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ഫണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ ബിസിനസ്സിലേക്ക് അസറ്റ് മേടിക്കുമ്പോൾ അസറ്റ് മേടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ക്യാഷ് എവിടുന്ന് കൊണ്ടുവരണം, എങ്ങനെയാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യേണ്ടത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണോ ബെസ്റ്റ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണോ, അല്ലെങ്കിൽ ലോൺ എടുക്കണോ, ഡിബഞ്ചർ ക്യാപിറ്റലാണോ, എത്രമാത്രം ഓരോ ക്യാപിറ്റൽ നമുക്ക് കൊണ്ടുവരണം, എങ്ങനെയാണ് നമ്മൾ ബെസ്റ്റ് ചീപ്പ് റിസോഴ്സിലൂടെ ഫണ്ട് കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഈ കൊണ്ടുവന്ന ഫണ്ട് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒരുപാട് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെഷീൻ A, മെഷീൻ B, പ്രോജക്റ്റ് 1, പ്രോജക്റ്റ് 2. ഇതിൽ ഏത് പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് പ്രൊജക്റ്റാണ് കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് തരുന്നത്, ഇതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫണ്ട് കൊണ്ടുവന്നിട്ട് നമ്മളത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ വീതിച്ചെടുക്കും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എത്രമാത്രം പ്രോഫിറ്റിൽ നിന്ന് റീറ്റെയിൻഡ് ചെയ്ത് വെക്കും, റീറ്റെയിൻഡ് ഏണിങ്സിൽ നിന്നും എങ്ങനെ റീറ്റെയിൻ ചെയ്യും, ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം ഡിവിഡൻഡ് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഓവറോളായിട്ട് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ അസറ്റ്, അതായത് ലോങ് ടൈം അസറ്റിൽ മാത്രമല്ല. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവൻ ആ ഫിക്സഡ് അസറ്റ് മാത്രം മേടിച്ചാൽ പോരാ. ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അവിടെ ഡേ ടു ഡേ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ അവൻ കുറച്ച് ക്യാഷ് കയ്യിലേക്ക് കരുതണം. കറണ്ട് അസറ്റ്സ് അവൻ കൊണ്ടുവരണം. വർക്കിംഗ് ക്യാപിറ്റൽ, ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് കൊണ്ടുവരണം. അപ്പോൾ എത്രമാത്രം ഫണ്ട് നമ്മൾ കരുതണം, എത്രമാത്രം കറണ്ട് അസറ്റ്സ് നമ്മൾ മേടിച്ച് വെക്കണം. അപ്പോൾ അത് നമ്മൾ ഇവിടെ പഠിക്കും. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മളത് പഠിക്കും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ ചെറിയൊരു
ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ ഇതിൽ വരുന്നുണ്ട്. അതാണ് ലാസ്റ്റ് വരുന്ന ചാപ്റ്റർ, ഓപ്പറേഷണൽ അപ്രോച്ച് ടു ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്, എന്താണ് മാർജിനൽ കോസ്റ്റ്, എങ്ങനെയാണ് ഒരു കമ്പനി സെയിൽസ് കൂട്ടിയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്, സെയിൽസ് കൂടുമ്പോൾ പ്രോഫിറ്റ് ഇത്ര പൈസ പ്രോഫിറ്റ് വരണമെങ്കിൽ എത്ര പൈസയുടെ കച്ചവടം നടത്തണം, കമ്പനിക്ക് 1 കോടി രൂപ സെയിൽസ് വരികയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും, ഇതൊക്കെ നമുക്ക് ആദ്യമേ തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കും. കമ്പനി എപ്പോഴാണ് ബ്രേക്ക് ഇവൺ ആവുക, കമ്പനിക്ക് ലാഭവും നഷ്ടവും ഇല്ലാത്ത സിറ്റുവേഷൻ വരണമെങ്കിൽ എത്ര പൈസയുടെ കച്ചവടം നടക്കണം, അതാണ് ബ്രേക്ക് ഇവൺ പോയിന്റ്. എത്ര എണ്ണം വിൽക്കണം, എത്ര യൂണിറ്റ് വിൽക്കുമ്പോഴാണ്, എത്ര യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോഴാണ് കമ്പനി ബ്രേക്ക് ഈവൺ ആവുന്നത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനേക്കാൾ കൂടുമ്പോൾ കമ്പനി പ്രോഫിറ്റ് ആയിരിക്കും, അതിനേക്കാൾ കുറയുമ്പോൾ കമ്പനി ലോസ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഒന്നും എഴുതുന്നില്ല, ഞാനിപ്പോൾ വന്നത് എന്താണ് ഈ ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഈ സബ്ജക്റ്റ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം, ഇത് പ്രോബ്ലം പേപ്പറാണ്. നിങ്ങൾ തിയറി ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് ആണ്. അധിക ആൾക്കാരും തിയറി ഇഷ്ടമായതുകൊണ്ടാണ്, ഈ തിയറി പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ CS ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ലോ പഠിക്കാനും കമ്പനിയുടെ ക്യാപിറ്റൽ മാർക്കറ്റും സെബി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പഠിക്കാനും നിങ്ങൾ CS വന്ന് നമുക്കതറിയാം, നമ്മളത് കൺസിഡർ ചെയ്യും. ക്ലാസ് എടുക്കുമ്പോൾ നമ്മളത് വ്യക്തമായിട്ട് നമ്മളത് മനസ്സിലാക്കും. കാരണം ചില സ്റ്റുഡൻസിന് അക്കൗണ്ട്സോ അല്ലെങ്കിൽ ആ മാത്സോ പ്രോബ്ലംസോ ഇതൊക്കെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രിപ്പിളായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈം അവർ തന്നിട്ടുണ്ട്, ട്രിപ്പിളായി തന്നിട്ടുണ്ട്. അവർ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ സ്റ്റുഡൻസിന് എത്ര ടൈം എടുത്താലും സാരമില്ല. നിങ്ങൾ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് വരുന്ന പിള്ളേരുണ്ടാവും, സയൻസ് കഴിഞ്ഞ ആൾക്കാരുണ്ട്, കൊമേഴ്സ് പഠിച്ച ആൾക്കാരുണ്ട്, ഈ കൊമേഴ്സിൽ തന്നെ മാത്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ബേസ് മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് മെല്ലെ മെല്ലെ മുന്നോട്ട് കൊണ്ടുപോകും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. പ്രോബ്ലം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവില്ല. എല്ലാ മാത്സും ചെയ്യുന്ന മുമ്പിട്ട്, വലിയ വലിയ പ്രോബ്ലമൊക്കെ ചെയ്യുന്ന മുമ്പിട്ട് നമ്മൾ മെല്ലെ മെല്ലെ പതിയെ 1+2 അങ്ങനെ മെല്ലെ പോകും. അങ്ങനെ പോയി നമ്മൾ ചെയ്യും. എല്ലാ ചാപ്റ്ററും ഒരു കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് എന്ത് ചെയ്യും, കവർ ചെയ്ത് നിങ്ങൾ അറിയാതെ തന്നെ ചാപ്റ്റർ തീരും. ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, എക്സാം കണ്ടക്ട് ചെയ്യും. മെയിൻ എക്സാമിന് വരുന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കും. അപ്പോൾ നിങ്ങൾ വൺസ് ക്ലാസ്സിൽ ഇരുന്നിട്ട് ഡെയിലി എടുക്കുന്ന കാര്യം അന്ന് പഠിച്ചിട്ട് ട്രിപ്പിളായി കണ്ടക്ട് ചെയ്യുന്ന ഓരോ എക്സാമും നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മെയിൻ എക്സാംസ് വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം വരില്ല. ആ സമയത്ത് നിങ്ങൾക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റഡി ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി FM ആണ് നമ്മുടെ സബ്ജക്റ്റ്. ഇന്നത്തെ പൈസയും ഇന്നത്തെ 1 ലക്ഷം രൂപയും 10 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 1 ലക്ഷം രൂപയും സെയിം വാല്യൂ അല്ല, നമുക്കറിയാം. ഇന്ന് നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും, ഇല്ലേ? സോ ഇന്നത്തെ 1 ലക്ഷം രൂപ 10 വർഷം കഴിയുമ്പോഴേക്കും ആ ഇൻട്രസ്റ്റ് കിട്ടി ഒരുപാട് പൈസയായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഓരോ ടൈം കഴിയുന്തോറും മണി വാല്യൂ മാറുന്നുണ്ട്. സോ ഇതിന് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്നൊക്കെ പറയും. ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ പൈസയുടെ വാല്യൂ മാറും. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു സബ്ജക്റ്റിൽ കൺസിഡർ ചെയ്യണം. ടൈം വാല്യൂ ഓഫ് മണി, അന്നത്തെ പൈസ, ഫ്യൂച്ചർ വാല്യൂ, ഇന്നത്തെ പൈസ, പ്രസൻറ്റ് വാല്യൂ, അതൊക്കെ നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കും. പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, അതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു അസറ്റ് മേടിക്കുമ്പം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഏത് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് പ്രൊജക്റ്റ് എടുക്കാൻ പാടില്ല, ഏതൊക്കെ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യണം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 ചാപ്റ്റേഴ്സ് അവിടെ കാണാൻ പറ്റും. ഇതിൽ സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തിയറി ബേസ്ഡ് ചാപ്റ്ററാണ്. ചെറിയൊരു 4 മാർക്ക് മാക്സിമം 5 മാർക്കിൻ്റെ ചെറിയൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും അതേപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. ഇത് 3ആണ് മെയിനായിട്ട് വരുന്ന ചാപ്റ്റേഴ്സ്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് 1, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ബാക്കിയൊക്കെ ചെറിയ ചാപ്റ്റേഴ്സ്.
1-2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ കവർ ചെയ്ത് പോകുന്ന ചാപ്റ്റേഴ്സ് അതിലുണ്ട്. പെട്ടെന്ന് തീരും. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ വളരെ കുറച്ച് ദിവസമേ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ആവശ്യമുള്ളൂ. എത്രയാണ് വേണ്ടത് അതിനേക്കാൾ കൂടുതൽ തന്നെ ടൈം നമുക്ക് ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ്സിൽ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് മുതൽ തന്നെ എന്ത് ചെയ്യാം, റിപ്ലൈയിൽ വരണം, ഫസ്റ്റ് ക്ലാസ് തന്നെ വരണം. ചില സ്റ്റുഡൻസ് ഈ സബ്ജക്റ്റ് എടുക്കുമ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ബേസിലേക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ സബ്ജക്റ്റ് ഫസ്റ്റ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും ഒരേ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കാം, എങ്ങനെയാണ് ഒരു കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കാം, മാർക്കറ്റ് വാല്യൂ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള വാല്യൂ അതിനേക്കാൾ കൂടുതലായിരിക്കും ഒരുപാട് വർഷം കഴിയുമ്പോൾ കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതെങ്ങനെ? ഞാനിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 10 വർഷം കഴിയുമ്പോഴേക്കും എനിക്കത് വിൽക്കുമ്പം 50 ലക്ഷം രൂപ കിട്ടണം. അപ്പോൾ ഞാനത് എന്ത് ചെയ്യണം, എങ്ങനെ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കാം, നമ്മളിവിടെ പഠിക്കും, ഈ സബ്ജക്റ്റിൽ പഠിക്കും. എങ്ങനെയാണ് വാല്യൂ ഫേം, മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാം, ഒരു ഷെയർ എപ്പോൾ മേടിക്കണം, എപ്പോൾ മേടിക്കാൻ പാടില്ല, ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ, അതൊക്കെ നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് ഇത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. CS പാസ്സായിട്ട് ഇപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ക്ലയൻറ്റൊക്കെ വന്നിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കും, ഷെയർ മാർക്കറ്റിനെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ CS പ്രൊഫഷണൽ ആകുമ്പോൾ നമ്മൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മുടെ നിഫ്റ്റി, കേട്ടില്ല നിങ്ങൾ, നിഫ്റ്റി 50 എന്താണ് അവസ്ഥ? ഇപ്പം നമുക്കറിയാം, ഇപ്പം യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്തൊക്കെ നിഫ്റ്റിയുടെ മൂവ്മെൻ്റ് ഒക്കെ അതൊക്കെ ഇടയ്ക്ക് നോക്കണം. എന്താണ് ഇന്നത്തെ നിഫ്റ്റി വാല്യൂ? അപ്പോൾ 25,000 സംതിങ് ക്രോസ് ചെയ്തു, 25,100 അങ്ങനെ വന്നിട്ടുണ്ട് ഏകദേശം, വീണ്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ് സംഭവം, ഈ നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതൊക്കെ നമുക്ക് അറിയണം, അതൊക്കെ നമുക്ക് പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്തുകൊണ്ട് ഇടിഞ്ഞു പോകുന്നു, ഷെയറിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക, എങ്ങനെ പ്രൈസ് ഇൻക്രീസ് ചെയ്യിക്കുക, എപ്പോഴൊക്കെയാണ് ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, എപ്പോഴൊക്കെയാണ് കുറഞ്ഞു പോവുക, അതൊക്കെ നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഇത് തിയറി ബേസ്ഡ് സബ്ജക്റ്റ് അല്ല, ബട്ട് അത് നിങ്ങൾക്കൊരു പ്രോബ്ലമായി മാറില്ല. പ്രോബ്ലം പേപ്പർ ആണെങ്കിലും അതൊരു ബുദ്ധിമുട്ടായി മാറില്ല, അത് നമ്മൾ ഗ്യാരണ്ടി. അപ്പം എല്ലാവരും ക്ലാസ് ഫസ്റ്റ് ഡേ തന്നെ അറ്റൻഡ് ചെയ്യുക. നമുക്ക് പതിയെ ടൈം എടുത്ത് മെല്ലെ ക്ലാസ് മൂവ് ചെയ്യാം, കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ ക്ലാസ് കംപ്ലീറ്റ് ആക്കാം, എക്സാം അറ്റൻഡ് ചെയ്യാം, പാസ്സാവാം. ഓക്കെ, അപ്പം എല്ലാവരും ക്ലാസ്സിൽ വെച്ച് മീറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.